ഹലോ ഹായ് നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ തിരിച്ച് നമ്മൾ ഇവിടെ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇവിടുത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ട് വന്നതാണ്. അപ്പം അങ്ങനെ നമ്മുടെ വീഡിയോയിലേക്ക് നേരെ അങ്ങോട്ട് പോവാം. അങ്ങനെ ഇന്ന് നിങ്ങളുടെ മുന്നിൽ പരിചയപ്പെടുത്താൻ പോകണേ നമ്മുടെ ഇവിടുത്തെ ദോശക്കടയാണ് കേട്ടോ. വൈകിട്ടും അതുപോലെ എപ്പോഴും ദോശയാണ് കഴിക്കൽ, പക്ഷേ ചില സമയത്ത് നമ്മൾ ബിരിയാണിയാണ് കഴിക്കൽ കേട്ടോ. അപ്പോൾ ഇന്ന് ഇവിടുത്തെ ദോശക്കടയിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് പറഞ്ഞാലൊന്നും ദോശ കിട്ടില്ല. ഒരു മണിക്കൂറെങ്കിലും അവിടെ പോയിരിക്കണം, എന്നാൽ ദോശ കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നല്ല അടിപൊളി ദോശ, നല്ല മുരുന്നുള്ള ദോശയാണ്. പനീർ ദോശ, മസാല ദോശ, അങ്ങനെ പലതരം ദോശകളുണ്ട് കേട്ടോ. അപ്പോൾ വല്ലാണ്ട് അങ്ങോട്ട് ദോശയിൽ പിടിക്കാൻ പോയാലും പണിയാണ്. കാരണം ദോശയ്ക്ക് ഒരേ റേറ്റ് ഉണ്ട്. അത്യാവശ്യം സാധാ ദോശയ്ക്ക് 60 റുപ്യ, ബാക്കി അവിടെ നിന്ന് ഇങ്ങോട്ട് വിട്ട് കഴിഞ്ഞാൽ ദോശയുടെ റേറ്റ് കണ്ട് കഴിഞ്ഞാൽ നമ്മൾ പേടിക്കട്ടോ. അങ്ങനെ ദോശയൊക്കെ കഴിച്ച് നേരെ നമ്മൾ പുറത്തോട്ട് ഇറങ്ങി കേട്ടോ. അപ്പോൾ അവിടെ മധുരപ്പലഹാരങ്ങൾ വിൽക്കുന്ന കുറേ വണ്ടികളുണ്ട്, ഇഷ്ടംപോലെ വണ്ടികളാണ്. ഇങ്ങനെ വൈകിട്ടായിക്കാൻ ഇവിടെ ഫുഡിൻ്റെ ഐറ്റമാണ്, പക്ഷെ നമുക്ക് പറ്റില്ല മാത്രമേ കേട്ടോ ഇവിടുത്തെ ഫുഡൊന്നും. അങ്ങനെ ഇത് അടിപൊളി സാധനങ്ങൾ കേട്ടോ. 10 റുപ്യ ഉള്ള ഓരോന്നും കേട്ടോ. അപ്പോൾ ഞങ്ങൾ 2-3 അങ്ങനെ അകത്താക്കിയിട്ട് മെല്ലെ അതൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ആട്ടവും പാട്ടൊക്കെ കഴിഞ്ഞ് ചെക്കനകത്ത് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ഒന്ന് ഫോളോസും ചെയ്യാൻ പറഞ്ഞിട്ട് നേരെ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ദോശക്കട കേട്ടോ. അതൊരു പാർക്കിൻ്റെ ഉള്ളിലാണ് അവർ കയ്യേറി ഇറക്കുന്നത്. പിന്നെ നമ്മൾ താമസിക്കുന്നിടത്തൊരു അമ്പലമുണ്ട്. ആ അമ്പലത്തിൽ പിന്നെ പൂജാരിയും കാര്യങ്ങളൊന്നുമില്ല, നമുക്ക് തന്നെ പൂജ ചെയ്യാം കേട്ടോ. ശിവനെ പോയി ധാരി കാര്യങ്ങളൊക്കെ ചെയ്യുക. അങ്ങനെ നമ്മൾ നമ്മുടെ റൂമിലെത്തി, നമ്മുടെ ഹോട്ടലിലെത്തി, നമ്മൾ സെറ്റായി. ഇനി നേരെ റൂമിൽ പോവുക, പോയിട്ടൊന്ന് കിടന്നുറങ്ങുക. തിരിച്ച് നമ്മൾ വീഡിയോ ഒക്കെ ആയിട്ട് വരും കേട്ടോ. അങ്ങനെ നമ്മളൊരു പൊതി ദോശ കൈ പിടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരാൾ വന്നിട്ടില്ല, അപ്പോൾ അവന് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഓക്കെ, ബായ്. തിരിച്ച് നല്ലൊരു വീഡിയോ ആയിട്ട്